RRTS അതിവേഗ റെയിലുമായി മുന്നോട്ടു പോകാൻ ഉത്തരവിറക്കി സംസ്ഥാന സർക്കാർ. RRTS പ്രായോഗികവും പൊതു അംഗീകാരവുമുള്ള മാതൃകയെന്ന് ഉത്തരവിൽ പറയുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ 20% വീതം വിഹിതവും അന്താരാഷ്ട്ര ധനസ്ഥാപനങ്ങളിൽ നിന്ന് 60% വായ്പയും എടുത്താകും പദ്ധതി നടപ്പിലാക്കുക. അതേസമയം ഇപ്പോൾ ഇറക്കിയത് പ്രിൻസിപ്പൽ ഉത്തരവാണെന്നും കേന്ദ്ര ഗവൺമെന്റുമായി സംസാരിച്ച് പഠിച്ച് മുന്നോട്ടു പോകുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതനുസരിച്ച് കാര്യങ്ങൾ സ്റ്റഡി ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് പ്രാഥമിക കാര്യങ്ങൾ നടക്കും. ഫണ്ട് അതിനുണ്ടാക്കാൻ പറ്റും. കാരണം ഒരു ലോങ് ടൈമിലാണല്ലോ, വളരെയേറെ വർഷങ്ങൾ കൊണ്ട് തിരിച്ചടയ്ക്കുന്ന മോഡലാണല്ലോ. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാന ഗവൺമെൻറ്റിന് ഷെയറും ബാക്കി ബോറോയിങ്ങുമാണ്. അപ്പോൾ മെട്രോ ഉള്ള സ്ഥലത്ത് മെട്രോ ലൈൻ ഉപയോഗിക്കാം, ബാക്കി ലൈൻ ഉപയോഗിക്കാം. അങ്ങനെയാണ് അതിൻ്റെ മോഡൽ. അല്ല, ഇത്തരം കാര്യങ്ങൾ വരിക എന്നുള്ളൊരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് നമുക്ക് വലിയ ബർഡൻ ഉണ്ടാവാതെ കേരളത്തിൽ നല്ലപോലെ ചെയ്യാൻ പറ്റും. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുകയാണ്. അർജുൻ, സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഒരു പഠനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ RRTS പ്രായോഗികമല്ല എന്ന വിമർശനം നേരത്തെ തന്നെ ശ്രീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ചു കഴിഞ്ഞു. എന്തായാലും സർക്കാർ മുന്നോട്ട് തന്നെയാണ്. RRTS ആണ് കേരളത്തിന് അനുയോജ്യമായ പദ്ധതി എന്ന് സർക്കാർ ഇപ്പോൾ വിലയിരുത്തും. രജീഷ്, RRTS പദ്ധതിയാണ് പ്രായോഗികവും സാമൂഹികമായി അംഗീകരിക്കപ്പെട്ടതും എന്ന് ഉത്തരവിൽ വ്യക്തമാക്കിക്കൊണ്ടാണ് അതിവേഗ റെയിൽ പാതയുമായി മുന്നോട്ടു പോകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. 4 ഘട്ടമായി ഏതാണ്ട് 12 വർഷം എടുക്കുന്ന ഒരു വലിയ ദീർഘകാല പദ്ധതിയാണ് സർക്കാർ ഈ RRTS അതിവേഗ റെയിൽപാത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനം സർക്കാർ എടുത്തു എന്നുള്ളതാണ് ഈ ഉത്തരവിന്റെ ആകെ തുക. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടേണ്ടതുണ്ട്. അതിന് ഗതാഗത വകുപ്പിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ ഡൽഹി മീററ്റ് മാതൃക കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും 20% ഫണ്ട്, അന്താരാഷ്ട്ര ധനസ്ഥാപനങ്ങളിൽ നിന്നുള്ള 60% വായ്പ, ഈ തുക ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കും കേരളത്തിലും ഇതേ മാതൃക പിന്തുടരാൻ തീരുമാനിച്ചിട്ടുള്ളത്. 4 ഘട്ടം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം തൊട്ട് തൃശ്ശൂർ വരെയാണ് ആദ്യത്തെ ഘട്ടമായി സർക്കാർ കണക്ക് കൂട്ടുന്നത്. അത് 2027 തുടങ്ങി 2033 വരെ ആ നിർമ്മാണം. 2ാം ഘട്ടത്തിൽ തൃശ്ശൂർ മുതൽ കോഴിക്കോട് വരെ, 3ാം ഘട്ടം കോഴിക്കോട് മുതൽ കണ്ണൂർ വരെ, 4ാം ഘട്ടം കണ്ണൂർ തൊട്ട് കാസർഗോഡ് വരെ. അങ്ങനെ 2039 ആകുമ്പോഴേക്കും പദ്ധതി പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 583 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയാണ് ഈ RRTS പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ രുചിച്ച് പറഞ്ഞതുപോലെ തന്നെ ശ്രീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൽ RRTS പ്രായോഗികമല്ല എന്നുള്ള വിലയിരുത്തലും വിമർശനവും ഉന്നയിക്കുമ്പോൾ തന്നെയാണ് സംസ്ഥാനം ഏതായാലും RRTS ആണ് ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്നത്.